അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വഖഫിന്റെ സ്വത്തുക്കൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒരു 10 കടമുറിയുള്ള ഒരു മനുഷ്യന് അവൻ ഒരു കടമുറി ഒരു ക്യാൻസർ രോഗിക്ക്, അതായത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്താണ് അവൻ ഒരു കടമുറി കൊടുക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവനാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് പണിയുകയും ആ ഒരു ബിൽഡിംഗ് ഒരു വഖഫ് സ്വത്താക്കി അവൻ വഖഫ് ചെയ്യുകയും ചെയ്താൽ ആ ഒരു ബിൽഡിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഈ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നാം ചിന്തിക്കണം. ഏതൊരു അനാഥ കുട്ടികൾക്ക് അതൊരു സാന്ത്വനമല്ലേ? വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കൊരു സാന്ത്വനമല്ലേ? അതുപോലെ തന്നെ എത്രയോ വഴിയോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്കൊരു സമാധാനമല്ലേ? അവർക്കൊരു ആശ്രയമല്ലേ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വഖഫ് നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുകയും അത് വഖഫ് സ്വത്താക്കി നമ്മൾ കൊടുക്കുകയും ചെയ്താൽ അതൊരു വിദ്യാലയമാക്കിയാൽ എത്രയെത്ര കുട്ടികൾക്ക് വിദ്യ കരസ്ഥമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ വഖഫിന്റെ സ്വത്തുക്കൾ എങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിം സമുദായം ഇന്ന് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത സമ്പത്ത്, ആ സമ്പത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് വഖഫ് ചെയ്ത് ആ സ്വത്തുക്കളാണ് ഇന്ന് അപഹരിച്ചുകൊണ്ട് ഇന്ന് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ന് അതെല്ലാം കൂടെ അപഹരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരിക്കലും മുസ്ലിം സമുദായം അംഗീകരിക്കരുത്. മുസ്ലിം സമുദായം പ്രതികരിക്കേണ്ട സമയമാണിത്. ഇന്ന് നമ്മൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഇതിലപ്പുറം നിയമങ്ങൾ കൊണ്ട് പിന്നെയും അവർ കടന്നു വരുന്നതാണ്. നാളെ ഇനി അവർ നിയമം ഇറക്കും, തൊപ്പി വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ മയ്യത്ത് കരിച്ചു കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും നമ്മൾ മൗനം പാലിച്ചിരിക്കേണ്ടി വരും. NRC-CA പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലേ? എന്തുകൊണ്ടാണ് അവിടെ പ്രതികരിച്ചത്? അതാ സ്വന്തം സമ്പത്തും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ജനസാഗരമായിരുന്നില്ലേ പ്രതിഷേധ റാലിക്ക്? അതിനേക്കാൾ കൂടുതൽ നമ്മൾ ജാഗ്രത കാണിക്കണം ഈ വഖഫിന്റെ വിഷയത്തിൽ. കാരണം വഖഫിന്റെ സ്വത്ത് നമ്മൾ അള്ളാഹുവിന് കൊടുത്ത സമ്പത്താണ്. ആ സമ്പത്ത് സംരക്ഷിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളാൽ കഴിയുന്ന രീതി അത് പ്രതികരിക്കണം, പ്രിയപ്പെട്ടവരെ.